ില്ല എന്നാൽ കോൺഗ്രസുമായിട്ടില്ല. അത് പറയാൻ ഇവർക്ക് അവകാശമില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. എത്രയോ പഞ്ചായത്തിൽ പ്രശ്നമുണ്ട്. കോൺഗ്രസും ലീഗും നേതൃത്വം മത്സരിക്കുന്നുണ്ട്, ചിലർക്കൊക്കെ ഭരണം നടത്തുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് UDF ഇന്നലെയും ചർച്ച നടത്തിയിട്ടുള്ള സംസ്ഥാന തലത്തിൽ എല്ലായിടത്തും UDF ആയി പോകണം തീരുമാനമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇരു പാർട്ടി നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന്, ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് UDF ആയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ഇറങ്ങിപ്പോന്ന് ഒന്നിച്ച് നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അത് വാക്കാണ്, വാക്ക് മാറ്റാൻ പറ്റില്ല. അത് കരാറാണ്, കരാർ മാറ്റാൻ പറ്റില്ല. അതാണ് പോയിന്റ്, അതാണ് പ്രശ്നം. ആ കരാർ പാലിക്കുന്ന കാര്യത്തിൽ ആളുകൾ പിന്നിലെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ഞങ്ങൾ അങ്ങനെ വേണ്ടെന്ന് വെച്ച പഞ്ചായത്തുകളുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പിന്നീട് അത് സത്യമാണെന്ന് ബോധ്യമായി ആളുകൾ ലീഗിന്റെ കൂടെ പിന്നിൽ അടിയുറച്ച് നിന്നു പോയിട്ടുണ്ട്. അതാണ് സംഗതി. അല്ലാതെ ആരോടും പ്രത്യേകമായി വിരോധമുള്ളത് കൊണ്ടല്ല, ആരോടും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും വ്യക്തി പ്രശ്നമുള്ളത് കൊണ്ടല്ല. കഴിഞ്ഞ കാലത്തൊക്കെ നിലപാടാണ്. ഞാനിതിന് മുമ്പ് അങ്ങനെ പരിശീലിച്ചുള്ളൂ. ഇവിടെ നമ്മുടെ കളിയുണ്ടല്ലോ, അബ്ദുള്ള ചോദിക്ക്, അബ്ദുള്ളയാണോ ലീഗാണോ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിനാണ് KPM മുൻകൂർ കൊടുക്കുക. കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് വെക്കുക. സത്യം പറഞ്ഞാൽ മനസ്സിലാക്കൂല. എല്ലാം പോയില്ലേ, ബാങ്ക് പോയി, പഞ്ചായത്ത് പോയി. എന്താ നിങ്ങൾക്കുള്ളത്? എന്തുകൊണ്ട്? അഹങ്കാരമാണ് നിങ്ങൾ നയിച്ചത്. നിങ്ങൾക്ക് വിനയമുണ്ടായില്ല. ഒരു പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് നേതൃത്വമാവട്ടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കിന് ബലം വേണം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം, പരസ്പരം ബഹുമാനം ഉണ്ടാവണം, പരസ്പരം സ്നേഹമുണ്ടാവണം. അതിന് പകരം കാൽവെട്ടുക, കുതികാൽ വെട്ടുക. അങ്ങനെ കുതികാൽ വെട്ടി പോകാൻ പറ്റുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് പാർട്ടി. ഇത് പാണക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് നിർത്തുന്ന പാർട്ടിയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു വിപ്പ് നൽകിയാൽ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഇന്ന മാതിരി നിങ്ങൾ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അത് ലംഘിച്ചാൽ ആ ലംഘിച്ചവന് പാർട്ടി നിൽക്കാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾ പഠിച്ച പാഠം. ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരോട് ഈ കാര്യം പറയുന്നത്. ഇതാണ് ഇവിടെ സംഭവിച്ചത്.